ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് ട്യൂട്ടോറിയൽ. സോ ഇന്ന് നമ്മൾ ഒരു ആനിമേഷൻ, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പോർഷയുടെ ആനിമേഷൻ, ദിസ് വൺ. അതാണ് നമ്മൾ ഇന്ന് അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി അതിനോട്ട് പോവാം. സോ ഇന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സാധനമാണ്. സോ തുടങ്ങുന്നതിന് തന്നെ ഒരു കാര്യം പറയാം. ഇതിപ്പം മര്യാദയ്ക്ക് ആനിമേറ്റ് ചെയ്യാൻ അറിയുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഇത് കണ്ടാൽ ഇവന്ത് പറയുക കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുള്ളൂ. കാരണം ഈ ഒരു ആനിമേഷനിൽ ലോജിക്ക് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ സാധനമില്ല. ഐ മീൻ ലോജിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ആനിമേറ്റ് ചെയ്യുന്ന കാറ് നമ്മളെ ലോകത്തൊന്നുമില്ല. എന്നാലും നിങ്ങളിപ്പം ഈ ട്രാൻസ്ഫോമേഴ്സ് മൂവീസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്, അതിനൊക്കെ ഒരു റിഗുണ്ട്, ആവശ്യത്തിലധികം റിഗും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അതിന് മുകളിൽ. പക്ഷേ ഇതിന് മുകളിൽ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളില്ല. കംപ്ലീറ്റ് ബേസിക് സാധനങ്ങളാണ്. ഇത് തോന്നിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആനിമേറ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. സോ ഇതിൻ്റെ ചെറിയൊരു വർക്ക് ഫ്ലോ ഞാൻ പറഞ്ഞുതരാം. സോ ഒന്ന് ഐ ഗെസ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അതൊന്ന് തുടങ്ങാം. സോ ഇവിടെ നമ്മൾ സീൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. ഒരു റോഡ്, 2 മതിൽ, കുറച്ച് ടവർ, മറ്റേ ക്രെയിൻ ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ സ്പ്രെഡാക്കിയിട്ടു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു HDRIയും കൂടെ കൊടുത്തു. അത്രയേ ഉള്ളൂ ഈ ഒരു സീനിൽ കാര്യമായിട്ട് എടുത്ത് പറയാൻ. വേറെ ഒന്നുമില്ല, വേറെ കോംപ്ലിക്കേറ്റഡുള്ള യാതൊരു കാര്യം പോകുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഡാവിഞ്ചിയിലിട്ടിട്ട്. അത്രയേ ഉള്ളൂ. നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ നമുക്കിതെങ്ങനെ ചെയ്തെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ സ്പേസ് ഓപ്പൺ ചെയ്യണം. സ്പ്ലാഷ് സ്ക്രീൻ, ജനറൽ, സേവ്. ഓക്കെ, ഞാൻ എല്ലാം ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു. സോ ഞാനിവിടെ ആനിമേഷൻ പാർട്ട് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആനിമേഷൻ എവിടെ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി റിഗ്ഡ് ആയിട്ടുള്ളൊരു കാറാണ്. നമ്മൾ പണ്ടത്തെ ഒരു പോർഷയുടെ ഒരു വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളതിൻ്റെ അകത്ത് റിഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നു, കറക്ഷൻ ഇത് റെഡിയാവുന്നില്ല, ഇത് റെഡിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോസ് ഫോളോ അപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റിഗ്ഡ് ആയിട്ടുള്ളൊരു കാർ മോഡലാണ് ഇതിനു വേണ്ടി വേണ്ടത്. സോ നമ്മളെ കാർ മോഡൽ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വേറൊരു പ്രൊജക്ട് ഫയൽ പോയിട്ട് സംഭവം മൊത്തം സെലക്ട് ചെയ്ത് Ctrl C പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മുടെ കാർ ഇവിടെ റെഡിയാണ്. ഈ റിഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പ്രോപ്പർ വീഡിയോ നമ്മൾ അതിലുണ്ട്, നമുക്കത് ചെക്ക് ചെയ്യാൻ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇംഗ്ലീഷുകാരന്മാർ ഈ സാധനം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതുപോലെ ചെക്ക് ചെയ്യാം. സെറ്റപ്പാണ്. ഓക്കെ, സോ നമുക്ക് ബാക്കിയുള്ള വഴിയിലോട്ട് പോകാം. ഇതിനകത്ത് നമുക്ക് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യാം എന്തൊക്കെ സാധനങ്ങളുണ്ട് ഈ കാർ മോഡലിൽ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ മോഡലല്ല യൂസ് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും മോഡലാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് അത് ഒരൊറ്റ മെഷല്ല, ഇതുപോലെ ഡിഫറെൻറ്റ് പീസായിട്ടാണ് ഉള്ളതെന്നുള്ളത് മനസ്സിൽ വെക്കുക. അങ്ങനെ തന്നെ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ആനിമേഷൻ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതാകും. ഓക്കെ, സോ ഇതുപോലെ പീസ് ആണെന്ന് ഉറപ്പുവരുത്തുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഏതൊക്കെ പാർട്ട് ഏതൊക്കെ രീതിയിലാണ് സാധാരണ റിയൽ ലൈഫിൽ മൂവ് ചെയ്യാൻ നോക്കുക. സോ അതിന് ഒരു കാര്യം ചെയ്യേണ്ടത്, യൂഷ്വലി നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, സോ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ആക്ച്വലി ഇത് ഞാൻ ഓൾറെഡി ആനിമേഷന് വേണ്ടി റെഡിയാക്കി വെച്ചതാണ്, അതുകൊണ്ടാണ് ഒറിജിൻ അവിടെ കിടക്കുന്നത്. സോ ഇൻ കേസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറിജിൻ ടു ജോമെട്രി. സോ ഈ ജോമെട്രിയുടെ സെൻറ്ററിലായിരിക്കും ഈ ഒറിജിൻ വരിക. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ഈ ഒരു ബോണറ്റ്, ഇതിൻ്റെ പേര് ബോണറ്റാണെന്ന് തന്നെ തോന്നുന്നു. എനിവേ, നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് അത് മൂവ് ചെയ്യുന്ന കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെയല്ല മൂവ് ചെയ്യേണ്ടത്. ശരിക്കും നമുക്ക് ഈ ഏരിയയിൽ വേണം മൂവ് വരേണ്ടത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഈ ഒരു കേഴ്സർ എന്ന് പറഞ്ഞ റൂൾ ഉണ്ടാവും, ആ കേഴ്സർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കേഴ്സർ നമുക്ക് എവിടെയാണോ നമ്മളെ ഈ ഒരു ഒറിജിൻ വരേണ്ടത് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് അടിക്കുക. അതിനുശേഷം ഈ ഒബ്ജക്റ്റ് സെലക്ട് ആയിട്ട് കൊണ്ടിരിക്കണം. നമ്മൾ ഈ സെലക്ട് ബോക്സ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിൽ പോവുക, സെറ്റ് ഒറിജിൻ, ആൻഡ് ഇതിനകത്ത് സെറ്റ് ഒറിജിൻ ടു ജോമെട്രിക്ക് പകരം ഒറിജിൻ ടു 3D കേഴ്സർ എന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉള്ള സെൻറ്റർ ഓഫ് ഒറിജിൻ നമ്മളെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കാം. സി യെസ്, ഇതാണ് നമുക്ക് ആവശ്യം. സോ ഈ ഒരു സെയിം പാറ്റേൺ ആണ് നമ്മൾ എല്ലാത്തിലും ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് ഏത് ഭാഗത്താണോ ആനിമേഷൻ, ഏത് ഭാഗമാണോ ആദ്യം പോകുന്നുണ്ടത് അവിടെ കൊണ്ട് വെച്ചെടുക്കുക. ജസ്റ്റ് കൈൻഡ് ഓഫ് ലോജിക് തിങ്സ്, ദാറ്റ്സ് ഇറ്റ്. സോ പിന്നെ എനിക്ക് ഈ ഒരു ആനിമേഷനിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയൊരു ഏരിയ ഇതായിരുന്നു.
അതായത് ഈ ഒരു വലിയ പാർട്ട് നമുക്ക് ഇതുപോലെ സ്കെയിൽ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു വൃത്തി ഉണ്ടാകത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഐഡിയ തോന്നിയത് വെച്ചാൽ ഞാൻ ആദ്യം ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ സ്ലാഷ് ബട്ടൺ ഉണ്ടല്ലോ കീബോർഡിലുള്ള, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടാബ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കത് ഇതിൻ്റെ എഡിറ്റ് മോഡിലോട്ട് പോകും. അതിനുശേഷം 1 ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ എവിടെ വരുന്നത് നോക്കാം. ഏകദേശം ഇവിടെയാണ് വരുന്നത്. അതിനുശേഷം ഇവിടെ ഒരു എക്സ്റേ ടൂൾ ഉണ്ടാവും, ടോഗിൾ, അതൊന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ നമുക്ക് എല്ലാ വെർട്ടിസസും കറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങളത് എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ മിസ്സിങ് വന്നിട്ടില്ലേ, ഇവിടെ മിസ്സായി. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇത് എനേബിൾ ചെയ്തിടുക. ഇത് എനേബിൾ ചെയ്തിട്ട ശേഷം ഇതുപോലെ ഏകദേശം കറക്റ്റ് സെൻറ്റർ ഒറ്റ വലിയ വിളിക്കുക. ഇതുപോലെ ഒരു വലിയ വിളിക്കുക. അപ്പോൾ സാധനം കിട്ടി, സെലക്റ്റായി, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെലക്റ്റായി. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ P ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെപ്പറേറ്റ് സെലക്ഷൻ, ഫസ്റ്റ് ക്ലിക്ക് ഓപ്ഷൻ തന്നെ, അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് രണ്ട് സെപ്പറേറ്റ് ബോഡിയായി. ഓക്കെ, ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ആ സ്ലാഷ് തന്നെ പിന്നെയും ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബാക്ക് ഇതിലോട്ട് എത്തും. അതിനുശേഷം പിന്നെയും ടാബ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒബ്ജക്റ്റ് മോഡിലോട്ട് ജമ്പ് ആവും. അപ്പോൾ നമുക്കിത് 2 പീസാക്കി നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കണ്ടില്ലേ, ഇത് നമുക്ക് ഇതുപോലെയൊക്കെ ഈ ഒരു ആംഗിൾ നമുക്ക് ചെയ്യാം. സോ ഇതിൻ്റെയും ഇതിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒറിജിൻ വേറെ എവിടെയെങ്കിലും അവർ കാണിച്ചില്ല. സോ സെറ്റ് ഒറിജിൻ ടു ജോമെട്രി. ഒറിജിൻ ഇവിടെ വരുന്നത്, അവിടെ ഒറിജിൻ വരുന്ന സമയത്ത് ഇതിങ്ങനെ തിരിഞ്ഞു പോകാം. നമുക്ക് വേണ്ട രീതിയിലല്ല വരെ, എനിക്കിങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ തിരിഞ്ഞു വരണം എന്നാണ്, വെർട്ടിക്കലായിട്ട്. സോ അതിന് വേണ്ടി നമ്മളത് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു കേഴ്സർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് പോയിട്ട് ഞാൻ എൻ്റെ കേഴ്സർ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒബ്ജക്റ്റ് ഓപ്ഷനിൽ പോകുന്നു. സെറ്റ് ഒറിജിൻ ടു 3D കേഴ്സർ. ഡൺ. ഇനി നമുക്ക് ആനിമേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ട രീതിയിൽ തന്നെയാണ് അത് പോകുന്നത്. ഇത് തന്നെയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, നമ്മൾ അത്തരം സെറ്റപ്പായി. അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യം ചെയ്തു. ഇത് ഓൾറെഡി റിഗ്ഡ് ആണ്. പിന്നെ നമ്മുടെ ഒബ്ജക്റ്റ് ഇതുപോലെ സെപ്പറേറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാനുള്ള വല്ല ഇൻറ്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആനിമേറ്റ് ചെയ്ത് തുടങ്ങാം. മെയിനായിട്ട് ഞാൻ ആദ്യം ബോണറ്റ് നിന്നാണ് തുടങ്ങുന്നത്. സോ ആദ്യം അപ്പം നമുക്കൊരു 100 ഫ്രെയിമിൻ്റെ ഒരു 50 ഫ്രെയിമിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കാം. അതിനുശേഷം ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെയാണ് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത്, ബ്രോ ക്ലിക്ക് ചെയ്തിട്ട് സാധനം വരുന്നില്ല. സോ പണ്ട് നമ്മൾ 4.1 മുമ്പേ വരെ ആക്ച്വലി ആയിരുന്നു ഈ കീ ഫ്രെയിം കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാമാനത്തിലും കീ ഫ്രെയിം ആഡ് ആവുക ചെയ്യുക. സോ അതല്ല നമുക്ക് വേണ്ടത്, അത് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് ഒരു സ്പെസിഫിക് ആംഗിൾ അല്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്കെയിലാണ് നമുക്ക് ആനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൊക്കേഷൻ, റൊട്ടേഷൻ, ഇതെന്ത് താങ്ക്യവന്മാർ മാറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിവേ ഇതാണ് പുതിയ ഓപ്ഷൻസ്. സോ അതവിടെ ഓക്കെ. ഇനി നമുക്ക് ആനിമേഷൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ലൊക്കേഷൻ റൊട്ടേഷനിലാണ് കീ ഫ്രെയിം കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ റിഗ് വേണമെന്ന് പറയുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. സോ ഇപ്പോൾ നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരു കീ ഫ്രെയിം ആഡായി വന്നത് കാണാം. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് ഫ്രെയിമിലോട്ട് പോയ ശേഷം ഞാൻ ഈ എക്സ് ആക്സിസ് ജസ്റ്റ് മെല്ലെ പൊന്തിച്ച ശേഷം അങ്ങനെ വയ്ക്കുന്നു. അതിനുശേഷം ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം അവിടെ കീ ഫ്രെയിം ആഡായി. ഇനി ഞാൻ ഈ ഫസ്റ്റ് കീ ഫ്രെയിം ഉണ്ടല്ലോ, അത് ഞാൻ അതിനെ സെലക്ട് ചെയ്ത്, അതായത് രണ്ടുമല്ല, ഈ ഒരൊറ്റ കീ ഫ്രെയിം സെലക്ട് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യുക. അതിനെ ഞാൻ സ്വല്പം മൂവ് ചെയ്ത് ഒരു 20 ഫ്രെയിമിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സാധനം ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ കൊണ്ടുവെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ആക്സിസ് ഉണ്ടല്ലോ, അതൊന്ന് മെല്ലെ ചെറുതാക്കി. ഇനി നിങ്ങൾക്ക് ഇതിൽ കിടന്ന് കളിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനുണ്ട്, ഈ മൂവ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്സിസ് ആരോസ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ അടിയിൽ കൂടെ പുറത്ത് വരരുത്. സോ നമ്മളിവിടെ കൊണ്ടുവച്ചല്ലോ. ഇനി ക്ലിക്ക് ചെയ്യുക. അഗെയിൻ ലൊക്കേഷൻ, റൊട്ടേഷൻ. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ വൃത്തികേടായിട്ടുള്ളൊരു ആനിമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ കളി. ഇനി ഇതൊക്കെ നമുക്കിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു റോബോട്ട് ഫീൽ കിട്ടും. സോ ആ ഒരു ഫീല് മാറ്റണമെന്നുണ്ടെങ്കിൽ
ഒരു കാര്യം നമുക്ക് ചെയ്യാം. സോ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഫ്ലാപ്പ് ഒരു 2 ബൗൺസൊക്കെ ചെയ്ത്, ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച ശേഷം ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് വെച്ച് പിന്നെ ഒരു കീ ഫ്രെയിം എടുത്ത് അങ്ങനെ ചെയ്യാം. പക്ഷേ ബ്ലെൻഡറിനകത്ത് നമുക്ക് ഓൾറെഡി കുറച്ച് സെറ്റപ്പുകൾ അവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ഈ 3 കീ ഫ്രെയിം സെലക്ട് ചെയ്യേണ്ട, അതായത് നമുക്ക് ബൗൺസ് ഇവിടെ മാത്രം മതി. ഓക്കെ, അതുകൊണ്ട് ഈ 2 കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്തിടുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക്, ഇൻ്റർപോളേഷൻ മോഡ്, അതിനകത്ത് ബൗൺസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് എനേബിൾ ചെയ്യാം. ഇനി അത് എനേബിൾ ചെയ്ത് നോക്കിയേ, നമുക്ക് ആ സാധനം കിട്ടി. കണ്ടില്ലേ, ഒരുപാട് പണിയെടുക്കുക, നമുക്ക് ഈസി ആയിട്ടൊരു സാധനം കിട്ടി. കൊള്ളാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആ ഒരു കീ ഫ്രെയിം കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ആർട്ടിഫാക്ട്സ് വന്നിട്ടുണ്ട്, ഇത് പുറത്തേക്ക് ചാടി വന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് പിന്നെ ഒന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കി ഇവിടെ വെക്കുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക, ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ. ഓക്കെ, അത് ഞാൻ വിട്ടുപോയതാണ് നേരത്തെ. സോ നമ്മൾ ഈ സ്കെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കെയിലിനും ആനിമേഷൻ കൊടുക്കണം. ഓക്കെ, സോ നമ്മളെ സാധനം റെഡിയായി. ഓക്കെ, ഇതാണ് നമ്മൾ മറ്റേ വീഡിയോയിലും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക്, ഇൻ്റർപോളേഷൻ മോഡ്, അതിനകത്ത് ബിസിയർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും വരിക. ഓക്കെ, സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ സാധനം. ഒരുപാട് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇതിനകത്ത് ഞാൻ ബാക്ക് സൈഡിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ, അതായത് ഞാൻ ഇത് ഒരുപാട് നേരം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിപ്പോൾ എങ്ങനെ പോയാലും രസം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് റിവിഷൻസിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ഇതിലോട്ട് എത്തിയത് കേട്ടോ. അല്ലാതെ ഒറ്റയടിക്ക് ഞാൻ ഉറക്കം എണീറ്റിരുന്ന് ഇന്ന് ആനിമേറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ആനിമേറ്റ് ചെയ്തല്ല. ഒരുപാട് നേരം ഇരുന്ന് നോക്കി റിവിഷൻസ് ചെയ്ത് ഇതാണോ അതാണോ എന്നൊക്കെ നോക്കിയാണ് ഇത്. സോ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പറഞ്ഞ പോലെ ബാക്ക് ചെയ്യാം. ബാക്കിന് മെയിനായിട്ട് നമ്മൾ നേരത്തെ കീ ഫ്രെയിം കൊടുത്തേക്കുന്ന കറക്റ്റായിട്ട് നോക്കുക. സോ നമ്മൾ ഒന്ന് 50-ലാണ് കൊടുത്തിട്ടുള്ളത്, ഒന്ന് 20-ലാണ് കൊടുത്തിട്ടുള്ളത്, ഒന്ന് 0-ലാണ് കൊടുത്തിട്ടുള്ളത്. 0-ലാണ് യാതൊരുവിധ കാര്യങ്ങളും നമ്മൾ ഈ ആനിമേറ്റ് ചെയ്യുന്ന യാതൊരുവിധ കാര്യങ്ങളും പുറത്ത് കാണരുത്, അത്രേ ഉള്ളൂ ബേസിക്കലി. സോ നമുക്ക് ബാക്കിലോട്ട് പോകാം. ബാക്കിലത്തെ സാധനത്തിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നംപാഡിലുള്ള ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സൂം ആവും. മറ്റേത് നമ്മൾ ഈ സാധനം സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവരണം. അതിന് പകരമാണ് നമ്മളിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നംപാഡിലുള്ള ഡോട്ട് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലോട്ട് സൂം ആയി വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സാധനം. ഇനി ഞാൻ ഏകദേശം 50ാമത്തെ ഫ്രെയിം പോകുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്രാവശ്യം ലൊക്കേഷൻ റൊട്ടേഷൻ മാത്രമല്ല, ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ. ഇനി ഞാൻ ഏകദേശം ഒരു 20 ഫ്രെയിം ബാക്കിലോട്ട് പോകുന്നു. ഇതിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, നെഗറ്റീവ് ആംഗിൾ. ഓക്കെ, എനിക്ക് ഇതുപോലെ ഒന്ന് ചാടി വരണം ഈ സാധനം, മനസ്സിലായില്ലേ? അതിനുശേഷം ക്ലിക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ. ഇനി ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുപോയ ശേഷം ഇതിനെ ഒന്ന് ചെറുതാക്കുക. അതിനുശേഷം കുറച്ചുകൂടെ ബാക്കൗട്ടാക്കി ഇതിനകത്തേക്ക് അങ്ങ് ഇറക്കി വെക്കുക, ആരും കാണരുത്. ഓക്കെ, അതത്ര സെറ്റായി. ഇനി പിന്നെയും ക്ലിക്ക് ചെയ്യുക, ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. വളരെ വിയേർഡായിട്ടുള്ള ആനിമേഷൻ നമുക്ക് കിട്ടി. ഇനി നേരത്തെ പോലെ നമുക്ക് ഈ ഒരു ബൗൺസ് സാധനം നമുക്ക് വേണ്ട, നമുക്ക് ഇത്തിരി വൃത്തിയിലൊരു സാധനം വന്നാൽ മതി. ഓക്കെ, അതിനോട് ഞാൻ മൊത്തം സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, ഇൻ്റർപോളേഷൻ മോഡ്. അതിനകത്ത് ഞാൻ സിനുസോയിഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനങ്ങൾ എങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കാം. ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഇത് ഞാൻ ആനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങോട്ട് നീക്കി വെച്ചാലും ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ ഇതിപ്പോൾ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇങ്ങനെ പൊന്തി വന്നാലും ആൾക്ക് വൃത്തികേടായിരിക്കും. അപ്പം ആക്ച്വലി നമുക്ക് ആ ഒരു ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ ഒരു കമ്പിയിൽ നിന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിലുള്ളൊരു ഫീൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഞാൻ എഗെയിൻ 50ാമത്തെ ഫ്രെയിമിൽ പോകുന്നു. അതിനുശേഷം ഈ സംഭവം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒറിജിൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് സ്പെസിഫിക് ആംഗിളിലാണ് നിങ്ങൾ ആനിമേഷൻ നോക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സാധനം മാറ്റണം, അതല്ലെന്നുണ്ടെങ്കിൽ കുളമാവും. സോ അതൊക്കെ. ഇനി ക്ലിക്ക് ചെയ്യുന്നു, ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിലിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു. 20ാമത്തെ ഫ്രെയിമിൽ പോകുന്നു, ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ആംഗിളിൽ സ്കെയിൽ ചെയ്യുന്നു.
സോ സ്കെയിലിംഗ് അല്ല, സ്കെയിലിങ്ങിൻ്റെ ഓപ്പോസിറ്റ്. ഞാൻ ചെറുതാക്കി വെക്കാണ്. ഞാൻ ഏകദേശം ഇത്രയാക്കി ചെറുതാക്കി വെച്ചു. എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ. അതിനുശേഷം ഫസ്റ്റ് ഫ്രെയിം പോകുന്നു. എന്നിട്ട് ഇതിനെ മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി വ്യൂ പോർട്ടിൽ കാണില്ല എന്നുള്ള രീതിയിലാക്കുക. അതിനുശേഷം ആ സാധനം തന്നെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ റൊട്ടേഷൻ. സോ നമ്മൾ ബേസിക് ഈ സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രീസെറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2 കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഒരു ബൗൺസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വൃത്തി ഉണ്ടാകും തോന്നുന്നു. ഇത് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, ഡിസ് ചെയ്യും. കൊള്ളാം. സോ നമുക്ക് ഞാൻ ചെയ്ത് തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ട്രൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, എലാസ്റ്റിക്. സോ ഇതുപോലുള്ള വിയർഡായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങളിഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടം. സോ ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഏതാ ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അത്രയേ ഉള്ളൂ. സോ ഞാനിവിടെ ബൗൺസ് ചെയ്യുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ ഈ പീസ് സെയിം പാറ്റേൺ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ക്വിക്കായിട്ട് ചെയ്യണം. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് മൂവ് ചെയ്ത് തുടങ്ങും. അതായത് ആദ്യം ഈ കമ്പി വരട്ടെ, അതിനുശേഷം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയെന്ന് വെച്ചോ. സോ ആദ്യം എനിക്ക് ആ കമ്പി വന്ന് ഈ ഒരു സ്റ്റിക്ക് വന്ന് ഇതുപോലെ നിൽക്കണം. അതിനുശേഷമാണ് എനിക്കിതിൻ്റെ ഫോർമേഷൻ വേണ്ടതെന്ന് വിചാരിക്കാം. സോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കീ ഫ്രെയിമിൻ്റെ ആകും. സോ സെയിം പാറ്റേണിലാണ് എല്ലാം വലുതാവുന്നത്. സോ നമുക്കതങ്ങ് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ്. സോ 15th ഫ്രെയിമിൽ ഇത് കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവം സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ കീ ഫ്രെയിം ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ എല്ലാം സെലക്ട് ആവും. അതിനുശേഷം ക്ലിക്ക് ചെയ്യുക, മൂവ് ചെയ്തിട്ട് ഏകദേശം ഓക്കെ ഇവിടെ കൊണ്ടുവയ്ക്കുക. ഒരു 14th ഫസ്റ്റ് ഫ്രെയിം. സെയിം ഇവിടെയും ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കൂൾ. സോ ഇതുപോലെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ എഡ്ജിൽ എന്ത് ചെയ്യാൻ നോക്കാം. സോ ഇതിൻ്റെ എഡ്ജിൽ ഞാനെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കൊന്ന് ഇത് ഇവിടെ വന്ന് മുട്ടിയതിന് ശേഷം ഇതങ്ങ് ഫോം ചെയ്ത് വന്നാൽ മതി. അത്രേ ഉള്ളൂ എനിക്ക് ആവശ്യം. സോ നമുക്ക് സ്കെയിലിൽ മാത്രം കീ ഫ്രെയിം കൊടുത്താൽ മതി. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിതിൻ്റെ കീ ഫ്രെയിം ഇടാൻ നോക്കാം. സോ 40-ലാണുള്ളത്. 40. ഓക്കെ, ഈ 88, 9 ഒക്കെ എത്തുന്ന സമയത്താണ് ഇത് ഫോർമേഷൻ ഫുള്ളാവുന്നത്. സോ ആ ലാസ്റ്റ് കീ ഫ്രെയിമിൽ പോവാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു സാധനം സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സോ അത് വേണ്ട. അതിനുശേഷം നമ്മൾ ഒരു 100 ഫ്രെയിം മുന്നോട്ട് പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഒന്നില്ലെങ്കിൽ സ്കെയിലിന് മാത്രം കൊടുക്കാം. സോ സ്കെയിലിന് മാത്രം കീ ഫ്രെയിം കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു 89-ലോട്ട് വരുന്നു. അതിനുശേഷം ക്ലിക്ക് ചെയ്യുന്നു, സ്കെയിൽ ചെയ്ത് മാക്സിമം ചെറുതാക്കുന്നു. ഇനി ക്ലിക്ക് ചെയ്യുന്നു, സ്കെയിൽ. ഇനി ഈ 2 കീ ഫ്രെയിം സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക്, ഇൻ്റർപോളേഷൻ മോഡ്, അതിനകത്ത് എലാസ്റ്റിക് കൊടുക്കാം. സോ നമുക്ക് എന്താ ഉണ്ടാവും നോക്കാം. പെട്ടെന്നൊരു ഫോർമേഷൻ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബൗൺസിലോട്ട് പോകാം. സോ നമുക്ക് ഈ സെയിം സാധനം അപ്പുറത്തേലും കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് സെയിം വേ തന്നെ ക്ലിക്ക് ചെയ്യുന്നു, 100ാമത്തെ ഫ്രെയിം പോകുന്നു. അതിനുശേഷം ക്ലിക്ക് ചെയ്യുന്നു, സ്കെയിലർ ആനിമേഷൻ. അതിനുശേഷം 89th ഫ്രെയിമിൽ പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ചെറുതാക്കി മാക്സിമം ചെറുതാക്കുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു, സ്കെയിൽ കീ ഫ്രെയിം കൊടുക്കുന്നു. രണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക്, ഇൻഫ്ലറ്റേഷൻ മോഡ് ആൻഡ് ബൗൺസ്. ഓക്കെ, സോ അത് രണ്ടും ഓക്കെ. നമുക്കൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇത് നമുക്ക് സ്പീഡിൽ വേണമാക്കാം. സോ ഇതിൻ്റെയൊക്കെ സ്പീഡ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 2 കീ ഫ്രെയിം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് നമ്മൾ കുറയ്ക്കുന്നതനുസരിച്ച് ഈ ആനിമേഷൻ സ്പീഡ് ആയിക്കൊണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. സോ നമുക്കൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്ത് നോക്കാം. സോ ഞാൻ ഇത് കുറച്ചുകൂടെ കുറയ്ക്കണം. ഒരു 10 ഫ്രെയിമിൻ്റെ ഇതിൽ കൊണ്ടുവെക്കുന്നു. ലാസ്റ്റ് ഫ്രെയിം ഞാൻ 20ാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവെക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് മുന്നേ ചെയ്ത സാധനങ്ങളും സെയിം വേ നമ്മൾ ക്ലിക്ക് ചെയ്ത് തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവെക്കുന്നു. സോ കീ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൂഡ് അങ്ങ് അറിയും. ഇതുപോലെ തന്നെ എല്ലാം സെലക്ട് ചെയ്ത് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു കീ ഫ്രെയിം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കീ ഫ്രെയിം സ്മൂത്തായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ അടുത്തുകൊണ്ട് വെക്കുന്നു. ഓക്കെ, ഡൺ. അതുപോലെ തന്നെ നമുക്ക് സ്കെയിലിൻ്റെ കീ ഫ്രെയിം എടുക്കാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് അതും പിടിക്കുന്നു. ആൻഡ് ജി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഡൺ. സോ ഇതുപോലെ നമുക്ക് ആനിമേഷൻസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചിന്തയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇതാക്കാൻ നോക്കും. സോ നമ്മൾ ഈ ഡോറിൻ്റെ കേസ് വരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന പ്രശ്നം വെച്ചാൽ ഇത് എങ്ങോട്ട് ആനിമേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പം ഞാൻ തന്നെ ഒരു മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമുക്കിതിനെ അങ്ങ് എന്നെ ക്ലിക്ക് ചെയ്യട്ടെ, നമുക്കിതിനെ അങ്ങ് ഈ രീതിയിൽ ഇതാക്കിയ ശേഷം ഒന്ന് ഡൗൺ ചെയ്ത് എന്നിട്ട് നമുക്ക് വേണ്ട പുഷ് ചെയ്ത് ഉള്ളോട്ട് വയ്ക്കാം. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു. അതിന് ശേഷമാണ് ഞാനത് വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, സോ അങ്ങനെയാണ് ഞാനത് ചെയ്തത്. സോ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. സോ സെയിം വേ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ഇതിനെക്കാട്ടും കുറച്ചൊരു കോംപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അത് ഞാനൊന്ന് നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് തരാം. സോ അതിന് വേണ്ടി ഞാൻ 40th ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം കെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ കൊടുക്കുന്നു. അതിനുശേഷം സെയിം വേ ഞാനൊരു 20 ഫ്രെയിം ബാക്കിൽ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം ഈ വൈ ആക്സിസിൽ ഞാൻ ഇങ്ങനെ മടക്കുന്നു ഒരു 100 ഡിഗ്രിയിൽ. അതിനുശേഷം ഐ ക്ലിക്ക് ചെയ്ത് ആ ഒരു കീ ഫ്രെയിം അവിടെ കൊടുക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് ഫ്രെയിമിൽ ഞാനിത് സ്കെയിൽ ചെയ്യുന്നത് നല്ല രീതിക്ക്. ഓക്കെ, അതിനുശേഷം ഇത് മെല്ലെ പിടിച്ച് താത്തേം കൊണ്ടോട്ട് വെക്കുന്നു. ഡൺ. കെ ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ, ദാറ്റ്സ് ഇറ്റ്. പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് സ്മൂത്ത് ചെയ്യാം. ഈ ഫസ്റ്റ് ഇത് 2 സാധനം പിടിച്ച് ഒരു ബൗൺസ് കൊടുക്കാം. രസം ഉണ്ടാവും? ഇല്ല, രസമില്ല. സോ ബൗൺസിന് പകരം നമുക്കൊരു ക്വാഡ്രാറ്റിക് മൂവ്മെൻറ്റ് കൊടുക്കാം. അത് കുറച്ച് കൂടിപ്പോയി. എക്സ്പൊണൻഷ്യൽ. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, ബിസിയർ കൊടുക്കുക. അതിനുശേഷം അപ്പോൾ അത് സ്മൂത്തായിട്ട് തന്നെ വരുള്ളൂ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം. ഇതിൻ്റെ ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പീഡ് കൂട്ടാം. സോ സെയിം വേ നമുക്കിതിൻ്റെ ഓപ്പോസിറ്റും ചെയ്യാം. ഇനി അടുത്തത് എനിക്ക് ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഒരു സംഭവം. സോ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിൻ ഇവിടെ എവിടെയായിട്ട് വരിക കാണിച്ചു തരാം. സെറ്റ് ഒറിജിൻ ജമറ്റ്. സോ ഒറിജിൻ ഇവിടെയാണ് വരുന്നത്. സോ ഒറിജിൻ എനിക്ക് ഇവിടെ വരുത്തണം. അതായത് ഈ ഒരു സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എങ്ങനെയായിരിക്കും ഓപ്പൺ ആയി വരുന്നതായിരിക്കും രസം? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ വെർട്ടിക്കലായിട്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു ഇതാണ് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ വെക്കുന്നു, ഈ ഒരു ആംഗിൾ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു കഴ്സർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കൊണ്ടുപോയി ഒരു ക്ലിക്ക് അടിക്കുന്നു. അതിനുശേഷം ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ്, സെറ്റ് ഒറിജിൻ, ഒറിജിൻ ടു ജോമെട്രി. ഇത് തന്നെ എൻ്റയർ ആനിമേഷൻ നമ്മൾ ഇത് തന്നെ ചെയ്യേണ്ടി വരും പല ആവശ്യമായിട്ട്. സോ ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഈ കേഴ്സർ വേറെ ഏതോ തേങ്ങയിലോട്ടാണ് പോയത്. സോ അത് നമുക്കൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഇവിടെ വെക്കുക. എന്നിട്ട് ആ കേഴ്സർ നമ്മുടെ ഈ ഒബ്ജക്റ്റ് തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. സോ ഇതുപോലത്തെ മിസ്റ്റേക്സും നിങ്ങൾക്ക് വരാം. അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ കറക്റ്റ് വഴി വേറൊരു വഴിയുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ വേറൊരു വഴി. സോ ഇൻ കേസ് നിങ്ങൾ എത്ര ഈ സാധനം കൊണ്ടുവച്ചിട്ടും കറക്റ്റ് സ്ഥലത്ത് വരുന്നില്ല വിചാരിച്ചു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സംഭവം സെലക്ട് ചെയ്യാം, ടാബ് കളിക്കുക. അപ്പോൾ നമുക്ക് ഈ വെർട്ടെക്സ് മോഡിലോട്ട് പോകും. അതിന് ശേഷം അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു വെർട്ടിസസ് ഉണ്ടല്ലോ അത് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് എസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കേഴ്സർ ടു സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ അത് സെലക്ട് ചെയ്യുക. സോ നമ്മുടെ കേഴ്സർ കറക്റ്റ് സ്പോട്ട് വന്നു. ഇനി ഒബ്ജക്റ്റ് മോഡിലോട്ട് ബാക്കിലോട്ട് പോകുന്നു. ഒബ്ജക്റ്റ്, സെറ്റ് ഒറിജിൻ ടു 3D കേഴ്സർ. നമ്മുടെ കറക്റ്റ് സ്ഥലത്ത് സാമാനം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 20th ഫ്രെയിമിൽ ചെയ്യാൻ പോകുന്നു. Z ആക്സിസ് ആണ് ഇതിനകത്ത്, Z ആക്സിസ് ആണ്. സോ ഫസ്റ്റ് 20th ഫ്രെയിമിൽ പോകുന്നു, കെ ക്ലിക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ സ്കെയിൽ. ദെൻ ഞാൻ 10th ഫ്രെയിമിൽ പോകുന്നു. അതിനുശേഷം ഞാൻ Z ആംഗിളിൽ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുന്നു. ഒരു
100 ഡിഗ്രി ആൻഡ് ഐ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം കീ ഫ്രെയിം ആഡ് ആവും. പിന്നെ ഏറ്റവും ഫസ്റ്റ് ഫ്രെയിം പോകുന്നു. അതിനുശേഷം ഇതിനങ്ങ് ചെറുതാക്കി വെച്ച ശേഷം ഈ ടോഗിൾ എനേബിൾ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മേലിൽ ആരും കാണാതെ ഉള്ളോട്ട് പൂഴ്ത്തി അങ്ങ് വെക്കുക. എന്നിട്ട് കെ ക്ലിക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ ആൻഡ് റൈറ്റ് ക്ലിക്ക് ദിസ് ഹിയർ. ആൻഡ് സെയിം വേ നമുക്കിതിൻ്റെ ഓപ്പോസിറ്റും ചെയ്ത് നോക്കാം. 20th ഫ്രെയിം കെ ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ 10th ഫ്രെയിം. സോ നമ്മൾ നേരത്തെ പോസിറ്റീവ് 100 കൊടുത്തേക്കുന്നത്, ഇനി നമുക്ക് നെഗറ്റീവ് 100 കൊടുക്കണം. ഓക്കെ, എനിക്ക് ഐ ക്ലിക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ ആഡായി, കീ ഫ്രെയിം ആഡായി. ഫസ്റ്റ് ഫ്രെയിം മേലെ സ്കെയിൽ ചെയ്യുന്നു, ദെൻ ആരും കാണാതെ പൂഴ്ത്തി വെക്കുന്നു. ദെൻ കെ ക്ലിക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ. ദെൻ എല്ലാ കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, ഇതിൻ്റെ റൊട്ടേഷൻ ദിസ് ഹിയർ. സോ ഈ സെയിം സാധനം തന്നെ ആയിരിക്കും ഞാൻ ഈ എൻ്റെ സാധനവും പറയാൻ പോകുന്നു. സോ ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നില്ല. സോ ഇത്രയാണ് സംഭവം ബേസിക്കലി. ബാക്കിയൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാട്ടും നല്ല രീതിയിലുള്ള ഐഡിയാസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അങ്ങനെ എന്താ പറയുക, വേറെ ടൈപ്പിൽ ആനിമേഷൻ ഇതൊക്കെ മേലോട്ട് പോയി പൊട്ടിത്തെറിച്ച് പീസായി പിന്നെ തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സോ വൺസ് നിങ്ങൾ എല്ലാ പാർട്സിനും ഇതുപോലെ ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാറിൻ്റെ ആനിമേഷൻ കാണാൻ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, സോ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് എല്ലാ പാർട്സിനും വേണ്ട രീതിയിലുള്ള ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ ഹെഡ്ലൈറ്റ് ഒന്നും കൊടുത്തില്ല. അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ഉള്ളിൽ നിന്ന് വരുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്കും ചെയ്യാം. സോ അത് റെഡിയായി. ഇത്രയും ഭാഗത്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ഓപ്ഷൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ എക്സ്റ്റേണലി ഞാൻ ഗ്രാഫ് എഡിറ്ററോ യാതൊരു വിധ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്രീസെറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്തത്. ഈ ഡോറ് നമ്മൾ ഈ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അതിനുശേഷം അത് നേരെയായി മൂടുന്നു. അതുകൂടാതെ നമ്മുടെ ഈ ഒരു സാധനം ഉള്ളോട്ട് മടങ്ങിയിട്ടിരിക്കും, അതങ്ങ് പുറത്തേക്ക് മടങ്ങിയിട്ട് വരും, നേരെയായി വരും. പിന്നെ നമ്മുടെ ഈ ഒരു പാർട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ചെയ്തു. ഇനി ബാക്ക് സൈഡിൽ കുറച്ച് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സൈലൻസർ എക്സോസ്റ്റ് പൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതാദ്യം ഇവിടെ ഇങ്ങനെയുള്ളത് അത് കുറച്ച് ഉള്ളോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാം ആയ ശേഷം അത് മെല്ലെ പുറത്തേക്ക് വരുന്നതാണ്. സോ പുറത്തേക്ക് ഇതൊന്നും വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല. ഇതങ്ങനെ. പിന്നെ നമുക്ക് ഈ ഒരു ആംഗിൾ ഈ ഒരു സാധനം നോക്കാം എങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മൾ സെയിം വേയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്, കണ്ടില്ലേ? സ്കെയിലിംഗ് ദാറ്റ്സ് ഇറ്റ്. സ്കെയിലിങ്ങിൽ ആനിമേഷൻ കൊടുത്തു അങ്ങനെ. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആനിമേഷൻ ചെയ്യാം. അത്രയും കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഈ റിഗ്ഡ് ആയിട്ടുള്ള ഒരു കാർ തന്നെ ഈ സാമാനം ചെയ്യണമെന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾ റിഗ് ചെയ്യാത്തൊരു കാറിനാണ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ കാർ അങ്ങ് മൂവ് ചെയ്യുമ്പോൾ ഈ ആനിമേഷനൊക്കെ ബാക്കിൽ അവിടെ നിന്ന് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ആ ഒരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് റിഗ് ചെയ്യുന്നത് പറയുന്നത്. സോ റിഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാറിനെ ഓടിച്ചുകൊണ്ട് നടക്കാം. അവിടെ പോയി ഓക്കെ പോസ്റ്റ് മോഡ് പോകുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം GY ഓക്കെ. നമുക്കിതിനെ മൂവ് ചെയ്തുകൊണ്ടേ വരിക ആ സമയത്ത് തന്നെ. സോ നമുക്കിതിന് ചെറിയൊരു കീ ഫ്രെയിം കൊടുത്ത് നോക്കാം. ഞാൻ GY ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ലൊക്കേഷൻ, അതിനുശേഷം ഒരു 100 ഫ്രെയിം, എന്നിട്ട് G ക്ലിക്ക് ചെയ്യുന്നു, Y ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവെക്കുന്നു, K ക്ലിക്ക് ചെയ്യുന്നു, ലൊക്കേഷനിൽ പിന്നെ ഒരു കീ ഫ്രെയിം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? നമുക്കിതുപോലെ അപ്പം വണ്ടി എവിടേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഈ ആനിമേഷൻസൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്കാവും. കണ്ടില്ലേ? അത്രയേ ഉള്ളൂ. ഇനി എൻവയോൺമെൻറ്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു റോഡ് കൊടുത്തിട്ടുണ്ട്. ബേസിക് ടെക്സ്ചേഴ്സാണ് ഇവിടെ പോയാൽ കാണാം. ബേസിക് ടെക്സ്ചറാണ്. ജസ്റ്റ് ബേസിക് ടെക്സ്ചേഴ്സാണ് കൊടുത്തേക്കുന്നത് ഈ റോഡിന്. ബേസിക് ടെക്സ്ചേഴ്സാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ സൈഡിലുള്ള മതിലൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു അറേ മോഡിഫയർ ഇട്ടിട്ട് ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽസ് ഞാൻ എൻ്റെ മറ്റു വീഡിയോയിൽ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് സാധനങ്ങൾ കിട്ടും. അതിനുശേഷം നമ്മൾ അറേ മോഡിഫയറിൽ ഒരു 25 കൗണ്ട് കൊടുത്തു. ആക്സിൽ 1 മീറ്റർ ഡിഫറൻസ്, മീറ്ററാണത് അറിയില്ല, എനിവേ 1 യൂണിറ്റ് ഡിസ്റ്റൻസ് കൊടുത്തു. അതിനുശേഷം ഈ സാധനം കൊണ്ട് എന്താ വെച്ചാൽ ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് സ്കെച്ച് ബാബിലുണ്ട്, ക്രെയിനിൽ സെർച്ച് ചെയ്താൽ മതി. ഇതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്തു. അതിനുശേഷം ക്യാമറയ്ക്ക് ഒരു ആനിമേഷൻ കൊടുത്തു. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ആനിമേഷൻ.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.